ഹലോ പീപ്പിൾ, എൻ പി ഹിയർ, ബാക്ക് വിത്ത് നെത്തർ ഓസം ട്രേഡ്. മക്കളെ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇന്നലത്തെ ഒരു ഡേ എന്ന് പറയുന്നത് ഹെവി 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 ഹെവി. എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു കൺസെപ്റ്റ്സ് അറിയുന്ന ഒരാളാണെങ്കിൽ, ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു $100 അക്കൗണ്ട് ഒരു $250-300 അക്കൗണ്ട് ആക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഇവിടെ പ്രൂഫോടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ റീഫ്രഷ് ചെയ്ത് തരാം. ഇനി വേറെ ഒന്നെടുത്തിട്ട് ഇതാ വീണ്ടും ഗോൾഡ് എടുക്കാം, അല്ലെങ്കിൽ ഗോൾഡ് ഒറ്റ സ്ക്രീനിൽ ഞാൻ റീഫ്രഷ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഗോൾഡ്, ഈ സാധനങ്ങളൊക്കെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇത് ബിറ്റ് കോയിൻ, മാർക്കറ്റ് ലൈവാണ് കേട്ടോ, ലൈവ് സാധനമാണ്. ഇനി വേണമെങ്കിൽ റീഫ്രഷും ചെയ്യാം. എനിക്ക് ആക്ച്വലി റീഫ്രഷ് ചെയ്ത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കുക, വേണമെങ്കിൽ വിശ്വസിക്കുക, വേണ്ടവർ ഫോളോ ചെയ്യുക, പൈസ ഉണ്ടാക്കുക. എൻ്റെ ട്രേഡ് മക്കളെ, ഇതാണ് ഇന്നലത്തെ എൻ്റെ ട്രേഡ്. അതായത് റിയൽ അക്കൗണ്ടിൽ ഞാൻ ഇവിടുന്ന് എടുത്തായിരുന്നു, എന്നിട്ട് ഇവിടുന്ന് ഞാൻ ക്ലോസ് ചെയ്തായിരുന്നു. ഇതുവരെ ഞാൻ വേണമെങ്കിൽ ഹോൾഡ് ചെയ്തേനെ, പക്ഷേ ഇതെന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ഹൈ ആണ്. പക്ഷേ എനിക്ക് അത്രയും മൊമെൻറ്റം കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ക്ലോസ് ചെയ്തു. ഇതുകൊണ്ടാണ് എനിക്ക് ഡെയിലിയിൽ ഇത് ആക്ച്വലി ഇവിടെ ഉള്ള ഡെയിലി ഇത് ഞാനൊരു ടാർഗറ്റായി വെക്കാൻ കാരണം, ഇവിടെ ഡെയിലിയിൽ 15 മിനിറ്റ് ടു 1 ഹവറിൽ ഓരോ ലൈൻസാണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇത് ആക്ച്വലി ടച്ച് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ്. ഇതാണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഹവറിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇതുണ്ടോ, അത് ടച്ച് ചെയ്തു, അവിടുന്ന് റിജക്റ്റ് ചെയ്തു. അതായിരുന്നു എൻ്റെ ടി പി. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എൻ്റെ ടി പി. ഓക്കെ, അത് ടച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. മോനെ, സീൻ ട്രേഡ് കറക്റ്റ് അവിടെ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്ത്. ഓക്കെ, സീൻ ട്രേഡ്. പിന്നെ ഇതെന്താ വെച്ചാൽ ഇവിടുന്ന് ഓൾറെഡി ഞാൻ എടുത്തിട്ട്, അതായത് 9:25 ഇവിടുന്ന് ഞാൻ എടുത്ത 9:15 എടുത്തിട്ട് ഇത് എത്തിയപ്പോഴേക്കും 1:05, അതായത് 10, 11, 12, 1 4 മണിക്കൂറോളായി. അപ്പം ഞാൻ പാർഷ്യൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. പാർഷ്യൽസ് എടുത്തിട്ട് എൻ്റെ ലാസ്റ്റ് ഞാൻ ഇവിടുന്ന് ക്ലോസ് ചെയ്യുന്നുള്ള, പക്ഷേ ഇതൊന്നും ഞാൻ പിന്നെ ഹോൾഡ് ചെയ്തില്ല. ഇത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഗൈസ്. നോക്ക്, ഇത് 17 ആണ് റിസ്ക് ടു റിവാർഡ്. നിങ്ങൾ ഏത് ട്രേഡറാണ് നിങ്ങൾക്ക് 17 റിസ്ക് ടു റിവാർഡിൽ കണ്ടിട്ടുള്ളത്? എൻ്റെ മോനെ, വേറെ ലെവൽ സാധനം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 2680, എൻഡ് ചെയ്തത് 2695. 0.01 ഇട്ടിരുന്നെങ്കിൽ $15 ഗൈസ്. $100 അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞിട്ട് 0.04 ഇടണം. 0.04 ഇട്ടിരുന്നെങ്കിൽ $15, $30, $60 ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒരൊറ്റ ദിവസത്തെ ട്രേഡ് വിത്തിൻ 4 hours. ഒറ്റ മോനെ. ഇനി ഇതൊന്നുമല്ല, അതാണ് ഞാൻ പറയുന്നത്. ഇതിപ്പം എത്ര പിപ്സാണ് ഇത്? ഓക്കെ, നമ്മളെടുത്ത പിപ്സ് കാണിച്ചാൽ മതി. എനിക്കിപ്പം ഇതുവരെ എനിക്കറിയാമായിരുന്നു എത്തുമെന്നുള്ളത്, പക്ഷേ ഐ ഡോണ്ട് കെയർ. ഞാൻ ഇവിടുന്ന് ക്ലോസ് ചെയ്തു ഗൈസ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ട്രേഡിൽ. ശരിക്കും പറഞ്ഞാൽ ഇത്ര ഇമോഷൻസ് വരാൻ പാടില്ല, കാരണം ഇത് എന്നും വർക്കൗട്ട് ചെയ്യും. ICT ഒക്കെ എന്ന് പറഞ്ഞാൽ എത്ര വലിയ വിന്നടിച്ചാലും ആ ഒരു ഇതൊക്കെ ഞാൻ സ്ഥിരമായി കാണുന്നത്. പക്ഷേ എനിക്കിതൊരു ഭീകര വിന്നാണ് ഗൈസ്. എനിക്ക് ഇത്രയും പൈസ കിട്ടിയതിലല്ല, എൻ്റെ 17 റിസ്ക് ടു റിവാർഡ് സാധനം വർക്കൗട്ട് ആയതിലുള്ള ത്രില്ലാണ് ഗൈസ്. എൻ്റെ മോനെ, 17 റിസ്ക് ടു റിവാർഡ് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഓക്കെ, എന്തായാലും ഇതിപ്പം ഏകദേശം 4 ഹവറിൻ്റെ അടുത്ത് എടുത്തായിരുന്നു. ഇവിടെ വരെ നോക്കി, 4 ഹവറിൻ്റെ അടുത്ത് എടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതുവരെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതാ 12 hours. ഞാൻ അത്രയൊന്നും ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്തു. എൻ്റെ ക്യാൻസൽ ചെയ്ത പോയിൻ്റ് ഉണ്ട് ഗൈസ്, റിജക്ഷൻ പോയിൻ്റാണ് അവിടെ നിന്നുള്ള. എൻ്റെ മോനെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ട്രേഡ് വർക്കൗട്ടായാൽ. ഇത് ആക്ച്വലി ഹാഫ് ഓഫ് ദ ഹാപ്പിനെസ് തരുന്നുള്ളൂ. അടുത്ത ട്രേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ മോനെ, ഇവിടെ ഒരു സാധനം ഉണ്ട് മക്കളെ. ഇത് ഇപ്പം ഞാൻ ഇട്ട ട്രേഡാണ്. ഇത് എന്തായാലും എനിക്ക് കുഴപ്പമില്ല. ഇത് $100 പോവുകയാണെങ്കിൽ പോകുന്നത്. അത് വർക്കൗട്ടായി കുറച്ചിപ്പോൾ ആദ്യം വന്ന് പാർസൽസൊക്കെ എടുക്കണമായിരുന്നു, പക്ഷേ ഇതൊന്നും ഞാൻ നോക്കുന്നില്ല. ഈ ഒരു ട്രേഡ് കണ്ടോ ഗൈസ്? ഏറ്റവും മോനെ, ഇത് കണ്ടോ? ഇതിൻ്റെ സെല്ല് എവിടെയാണ് നോക്ക്, 97,547. ഇതിൻ്റെ ഞാൻ വിറ്റത് 94,563. അതായത് 97,500 to 94,500 $30 ആണ്. 0.01 $30 ആണ് ഗൈസ്. നിങ്ങൾ $100 അക്കൗണ്ടിൽ 0.04 വെച്ചിരുന്നെങ്കിൽ $120 അടിച്ചായിരുന്നു നിങ്ങൾക്ക്. ഏറ്റവും പോലെ ഒറ്റ ദിവസത്തിൽ അക്കൗണ്ട് ഡബിൾ. ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതിൻ്റെ റിസ്ക് ടു റിവാർഡ് 21.5 ആണ്. അത് വർക്കൗട്ടായി. ഇതായിരുന്നു ആക്ച്വലി. വർക്കൗട്ട് ആയോന്ന് വെച്ചാൽ പ്രോപ്പർ വർക്കൗട്ട് ആയിട്ടില്ല. കുറച്ചൊരു 2 ഇത്. പക്ഷേ ഇത്രയും ലാർജ് വിൽക്കാവുമ്പോൾ ഞാൻ പറയാറുണ്ട് 50% വെക്കണം എന്നുള്ളത്. 50%-ലാണ് ഞാൻ എടുത്തത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കറക്റ്റ് കണ്ടോ, ഓൺ പോയിൻറ്റ്. ഇത് എൻ്റെ മോനെ 1:20 റിസ്ക് ടു റിവാർഡ്. നിങ്ങൾക്ക്
വേറെ ഒരു ട്രേഡർ നിങ്ങൾ 1:20 റിസ്റ്റ് റിവാർഡ് ഒരു ട്രേഡ് എടുത്ത് ഞാൻ വേറെ സംഭവമൊന്നും അല്ല പറയുന്നത്, എല്ലാം ICT ആണ്. പക്ഷേ ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ട മെൻ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഗൈസ്. പക്ഷേ എൻ്റെ മോനെ ഞാൻ ഭയങ്കര ഹാപ്പി. ഞാൻ പറയില്ലേ, ഞാനിതിൽ കാശ് ഉണ്ടാക്കിയോണ്ട് ഹാപ്പി അല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിനെക്കാട്ടിലും ഹാപ്പി എന്ന് പറയുന്നത് ഈ ട്രേഡ് വർക്കൗട്ട് ചെയ്തു. 1:20 $1 റിസ്ക് ചെയ്ത് $20 ഉണ്ടാക്കുന്ന പരിപാടിയാണിത്. എൻ്റെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളൊരു 60 രൂപ കൊടുത്ത് ഒരു ഗ്യാമ്പിൾ അല്ല ആക്ച്വലി, ഇത് ഒരു 95% വർക്കൗട്ട് ആവും എന്നുള്ളൊരു കോൺഫിഡൻസോടെയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഇതിനെ ഗ്യാമ്പിളിംഗ് എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. ആലോചിച്ച് നോക്കി, ഒരു പോവുകയാണെങ്കിൽ ഒരു 60 രൂപ കിട്ടുകയാണെങ്കിൽ എത്ര, 20 $60 $60 രൂപ, 60 അല്ല 120 150 240 ഏകദേശം 250 രൂപ, അതായത് 0.04 എടുക്കുമ്പോൾ 250 രൂപ പോവുകയാണെങ്കിൽ പോട്ടെ, കിട്ടാൻ പോകുന്നത് എന്ന് പറയുന്നത് 20 40 60 $80 $80 എന്ന് പറയുമ്പോൾ ഏകദേശം 5000 6000 രൂപയായി ഗൈസ്. 7000 സംതിങ് ആയി തോന്നുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ, ഈ ഒരു ട്രേഡ് വർക്കൗട്ട് ചെയ്ത് ബ്യൂട്ടിഫുൾ ട്രേഡ്, വെരി ബ്യൂട്ടിഫുൾ ട്രേഡ്. ഇവിടെ ഇപ്പോൾ ഞാനൊരു ലൈവ് ട്രേഡും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിന്ന് മാർക്കറ്റ് സ്ലോ ആണെന്ന് നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്, ഞാൻ പിന്നെ ഒന്ന് വർക്കൗട്ട് ആവുമോ നോക്കാൻ വേണ്ടി എടുത്തതാണ്. ഇതിൻ്റെ ഐഡിയ ഇവിടെ 1 മിനിറ്റ് സ്വൈപ്പ്. ഇവിടെ ഞാൻ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് എടുത്തത്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് ഞാനത് എടുത്തത്. ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50%ലാണ് ട്രേഡ് എടുത്തത്. കഴിഞ്ഞാൽ 50% തട്ടിയപ്പോൾ ഞാൻ ട്രേഡ് എടുത്തു. ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ക്യാൻഡിലിൻ്റെ മേലെ ജസ്റ്റ് അവിടെ ഓൾമോസ്റ്റ് അവിടെ എത്തി തിരിച്ചു വന്നു. ഇന്ന് മാർക്കറ്റ് കുറച്ച് ബെയറിഷാണ്. മെയിൻ ഇത് ഞാൻ ഒറിജിനൽ എടുത്തിട്ടില്ല കേട്ടോ. അത് ഞാൻ ഇപ്പോൾ ഇത് $1000 താഴോട്ട് പോയാലും ഐ ഡോണ്ട് കെയർ. ഫോമോ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഒഴിവാക്കാൻ പോവുകയാണ്. 100% പോയി ഞാൻ പറയില്ല, പക്ഷേ ഞാൻ വർക്കിംഗ് ഓൺ ഇറ്റ്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇന്നലത്തെ ട്രേഡിൽ. ഇത് ഈവൻ ഇഫ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലോ അല്ലെങ്കിൽ $1000 പോയി കഴിഞ്ഞാലും എനിക്ക് ഇമോഷൻസ് ഇല്ല. കാരണം ഇത് ഞാൻ ലേൺ ചെയ്യാൻ വേണ്ടി എടുത്തൊരു ട്രേഡാണ്. ഇത് കണ്ടോ, ചോപ്പിനെസ് കണ്ടോ, ഭയങ്കര ചോപ്പിയാണ് മാർക്കറ്റ്. കാരണം ഞാൻ പറഞ്ഞു എൻ്റെ ടൈം ഓഫ് ട്രേഡിങ് ഇതല്ല. ഈ ഇത് ഏഷ്യൻ സെഷനാണ്, നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതായത് ഇവിടെയാണ് 12 മണി നാളെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് നെക്സ്റ്റ് ഡേ തുടങ്ങുന്നത്. ഇതിപ്പോൾ ഏഷ്യൻ സെഷനാണ് കേട്ടോ. ബ്ലൂ ഇസ് ഏഷ്യ. അപ്പം അതാണ് ഞാനെടുത്ത ട്രേഡ്. ഇതിപ്പോൾ എന്തായാലും വർക്കൗട്ട് ആയാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. വർക്കൗട്ട് ആയാൽ ഹാപ്പിയാണ്. ഒരു അനാലിസിസും കൂടെ കറക്റ്റായി, എനിക്കൊരു കോൺഫിഡൻസ് ആണ്. എനിക്ക് മാർക്കറ്റ് കുറച്ചുകൂടെ നന്നായി റീഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഓക്കെ. ഞാൻ അധികം ട്രേഡ് എടുക്കാറില്ല. ഇതാണ് ഇന്ന് ആകെ എടുത്തൊരു ട്രേഡ്. ഇന്ന് രാവിലെ എണീറ്റിട്ട് ഇതാണ് ഇന്നലെ ആകെ എടുത്തൊരു ട്രേഡ്. ഇവിടെ നിന്നുള്ള സെല്ലാണ് ഇന്നലെ ആകെ എടുത്തത്. ഇത് കണ്ടോ, ഈ ഒരൊറ്റൊന്ന് അതുവരെ ഹോൾഡ് ചെയ്തു ഗൈസ്. ഒരു ഇമോഷനും ഇല്ലാണ്ട് ഞാൻ അതുവരെ ഹോൾഡ് ചെയ്തു. ഞാൻ പിന്നെ ഇവിടെ ഒന്ന് ഇതും ഇതേപോലെ ഇവിടുന്ന് സെല്ലെടുത്തു. ഇതിൻ്റെ ബൈ എവിടെയാണെന്ന് അറിഞ്ഞൂടാ. എൻ്റെ ബൈ എവിടെയാണെന്ന് തോന്നുന്നു, ഇവിടെയൊന്നും. പക്ഷേ എനിക്കത് ഉറപ്പില്ല കേട്ടോ ഗൈസ്. ഞാനത് ഇതിൽ നോക്കണേ, ഇതെൻ്റെ റിയൽ അക്കൗണ്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ചിലപ്പം ഇങ്ങനെ ഇട്ടങ്ങ് പോവും. എന്തെങ്കിലുമൊക്കെ തിരക്ക് വന്നു കഴിഞ്ഞാൽ ഞാനതവിടെ ഇട്ടിട്ടാ പോവും. എൻ്റെ വർക്കൗട്ടായി ഇത് ഞാൻ ഇന്നലെ ഫുള്ള് എൻ്റെ റിയൽ അക്കൗണ്ടിൽ ഞാൻ ഇതുവരെ ഹോൾഡ് ചെയ്തില്ല. റിയൽ അക്കൗണ്ടിൽ യാ 15 മിനിറ്റിൽ ഇവിടെ എവിടെയോ ആണ് ഞാൻ പാർസൽസ് എടുത്തത്. എനിക്ക് ഓർമ്മയില്ല ഗൈസ്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എവിടെയോ ഞാൻ പാർസൽസ് എടുത്തായിരുന്നു. ബാക്കി ഹോൾഡ് ചെയ്തു. ബാക്കി അവിടെ എത്തിയപ്പോൾ TP ഹിറ്റായി. എന്താണെങ്കിലും മാരക ട്രേഡ് ഗൈസ്, മാരക ട്രേഡ്, ഒന്നും പറയാനില്ല. ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൈവ് ട്രേഡാണ്. കണ്ടോ, ഇനി പ്രിസിഷൻ കണ്ടോ, ഇവിടെയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മുകളിൽ, ക്യാൻഡിലിൻ്റെ മുകളിൽ കറക്റ്റ് അവിടെ എത്തി ജസ്റ്റ് റിജക്റ്റായി. ഐഡിയലി നിങ്ങൾ കുറച്ചുകൂടെ മേലോട്ട് വെക്കണം കേട്ടോ, കാരണം വിക്സ് ക്യാൻ ഡൂ ദ ഡാമേജ്. ഓക്കെ, ഞാൻ പക്ഷേ ഇതിപ്പം എൻ്റെ ഇത് ഒറിജിനൽ ഞാൻ പറയില്ല, ഒറിജിനൽ അക്കൗണ്ടിൽ ഞാൻ ഈ ട്രേഡ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇത് വർക്കൗട്ട് ആയാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഇതാണെങ്കിലും അതാണ് സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ മോനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പൈസ കിട്ടിയോണ്ട് ഹാപ്പിയാണ്, പക്ഷേ പൈസ കിട്ടിയോണ്ട് മാത്രമല്ല 1:20 വർക്കൗട്ട് ചെയ്തു ഗൈസ്. എത്ര പിപ്സാണ് എൻ്റെ മോനെ, എനിക്കെപ്പോഴും 300 പിപ്സോ എത്ര 400 പിപ്സോ എത്രയാണ് അത്, എനിക്കൊന്ന് നോക്കട്ടെ. ഓഹോ, ഇവിടം തൊട്ട് ഇവിടം വരെ 35 പിപ്സ് 34 പിപ്സ്. ഏറ്റവും മോനെ സോറി 330 പിപ്സാണ്. മൈ ബൈ 33 ആണ് എന്തോ.
എനിക്കറിഞ്ഞൂടാ, എനിക്കാകെ അഡ്രിനാലിൻ അടിച്ച് കയറിയിട്ട് ഫുൾ ഒന്നും കിട്ടുന്നില്ല. എൻ്റെ അമ്മോ എന്താണെങ്കിലും ഒരു രക്ഷയില്ല ഗൈസ്. ഇന്നലത്തെ ട്രേഡ് കോരിത്തരിക്കുന്ന സന്തോഷമാണ് മനസ്സിൽ. അപ്പോൾ അതാണ് ട്രേഡ്. അപ്പം ട്രേഡ് എക്സ്പ്ലനേഷൻ യൂഷ്വൽ വൺ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ, അതായത് 15 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ് കോയിനിലാണെങ്കിൽ ഡെയിലി ബെയറിഷ് ആയിരുന്നു. ഓക്കെ, ഡെയിലി ഇതുകൊണ്ടാണ് എനിക്ക് എക്സിക്യൂഷൻസ് ഇഷ്ടമല്ലാത്തത്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ഈ ദിവസമാണ് എടുത്തത്, ബെയറിഷാണ് ക്ലോസ് ചെയ്തത്. ഓൾറെഡി ബെയറിഷ്നെസ്സാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പം ഞാൻ സെല്ലാണ് ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്ന, സെല്ലിനാണ് 15 മിനിറ്റ് നോക്കി. 15 മിനിറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു ഹൈ സ്വൈപ്പ് ചെയ്തു. മേ ബി ഇത് സ്വൈപ്പ് ചെയ്യാനുള്ള ചാൻസ് ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ അപ്ലിക്കേൻ്റെ ടൈം നോക്കിക്കഴിഞ്ഞാൽ 9 AM കഴിഞ്ഞു, 9:30 AM ആയി. അപ്പോൾ 9:30 AM ഈ ഒരു സാധനം, ഈ ഒരു മേജർ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, ബെയറിഷ് ആണ്. അപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പിൽ 15 മിനിറ്റ് സ്വീപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ 5 മിനിറ്റിലോട്ട് വന്നു. പക്ഷേ 5 മിനിറ്റിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ 5 മിനിറ്റ് അധികം അനാലിസിസിനാണ് യൂസ് ചെയ്യാറ്. എൻട്രി ഞാൻ അധികം എടുക്കാറില്ല, കാരണം 5 മിനിറ്റിൽ സ്റ്റോപ്പ് ലോസ് വലുതായിരിക്കും. അടുത്ത് ഞാൻ 3 മിനിറ്റിലോട്ട് വന്നു. 3 മിനിറ്റിലോട്ട് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എൻട്രി ഉണ്ട്. എൻട്രി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ സ്വീപ്പ് ചെയ്തു താഴോട്ട് വന്ന്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ റിജക്ഷൻ കണ്ടു. പക്ഷേ ഇവിടെ 3 മിനിറ്റിൽ ഇവിടെ എടുക്കുന്ന കുറച്ച് റിസ്ക് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്വിംഗിലോ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എടുക്കാം. ആക്ച്വലി ഡെയിലി ബയാസ് ഓൾറെഡി ലോ ആണ്. പിന്നെ ടൈം ഓഫ് ദ ഡേ 9:30 കഴിഞ്ഞു, 10 ആയി, മാർക്കറ്റ് മൂവ് ചെയ്യാൻ ടൈമായി. ഇങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ട്. അത് നിങ്ങളിപ്പോൾ തന്നെ നിങ്ങൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല ട്രേഡ് എടുക്കുന്നതിൽ. ഞാൻ ഇവിടുന്ന് എടുക്കാൻ കാരണം 3 മിനിറ്റ്സിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ 1 മിനിറ്റിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ 3 മിനിറ്റിൽ ഞാൻ എടുത്തിരുന്നെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിരുന്നത്. പക്ഷേ ഞാൻ എടുത്തത് 1 മിനിറ്റിലാണ്. ട്രേഡ് ചെയ്യാൻ അങ്ങോട്ട് വരാം. അപ്പോൾ ഇവിടെ വന്ന് റിജക്റ്റായി. നെക്സ്റ്റ് ഇതേ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അടുത്ത ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. വാട്ട് ഇസ് ദിസ് ഗൈസ്? PDRA. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്വിംഗിലോ ടേക്ക് ഔട്ട് ചെയ്യുന്ന 2 അടുപ്പിച്ചുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് PDRAയിലോട്ട് വന്നു. ഇവിടുന്ന് സെല്ലെടുക്കാം. പക്ഷേ ഇവിടുന്ന് സെല്ലെടുത്താലും സ്റ്റോപ്പ് ലോസ് ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഹാഫിൻ്റെ മുകളിലെങ്കിലും ആയിരിക്കണം മിനിമം. ഓക്കെ, അപ്പോൾ അതും വലിയ സ്റ്റോപ്പ് ലോസാണ് എനിക്കിപ്പോൾ വലിയൊരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിലും, അതായത് റിസ്ക് റിവാർഡ് വെച്ച് നോക്കുമ്പോൾ അതൊന്നും അല്ല കേട്ടോ. ഇത്രയും പോകുന്നുണ്ടല്ലോ. എന്താണെങ്കിലും ഞാനെപ്പോഴും 1 മിനിറ്റാണ് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യാറ്. 1 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 15 മിനിറ്റിനെ വൺസ് സ്വൈപ്പ് ചെയ്തു, അഗെയിൻ വന്ന് സ്വൈപ്പ് ചെയ്തു. ഈ സ്വൈപ്പിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ചോദിക്കാം, ഈ സ്വൈപ്പിൽ എന്തുകൊണ്ട് ഇവിടെ എടുത്തിട്ടില്ല എന്നുള്ളത്. 2 കാര്യമുണ്ട്. ഒന്ന്, 9:31 ആണ്, ഐഡിയൽ ടൈം ഓഫ് ദ ഡേ ആണ് ഫോർ ട്രേഡ്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്വിംഗ് ഹൈ എടുത്തിട്ട്, ഈ സ്വിംഗ് ഹൈനെയാണ് ഇവിടെ സ്വൈപ്പ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഈ സ്വിംഗ് ഹൈ, ഇവിടെ ആക്ച്വലി ഒരു പ്രോപ്പർ സ്വിംഗ് ഹൈ ഇല്ല. കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഉണ്ടോ? ഇല്ല, ഇവിടെ ഒരു പ്രോപ്പർ സ്വിംഗ് ഹൈ ഇല്ല. ഇവിടെയാണുള്ള ഒരു പ്രോപ്പർ സ്വിംഗ് ഹൈ. ഈ സ്വിംഗ് ഹൈനെയാണ് ടേക്ക് ഔട്ട് ചെയ്യുന്നത്. ഈ സ്വിംഗ് ഹൈനെ ടേക്ക് ഔട്ട് ചെയ്തിട്ട് ഇവിടെ ഈ സ്വിംഗിലോ ടേക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ 1 മിനിറ്റിൽ റിജക്ഷൻ തന്നു. പക്ഷേ ഈ 1 മിനിറ്റിൽ റിജക്ഷൻ തന്നപ്പം ഐഡിയലി താഴത്തോട്ട് പോകുന്ന ഒരു മാർക്കറ്റ് ആണെങ്കിൽ എനിക്ക് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടെ തരേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, കോൺസെപ്റ്റ്സ് കുറേ ഉണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പം ഇവിടെ ആക്ച്വലി ഞാൻ ഇവിടെ ഒരു സെല്ല് എടുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുമായിരുന്നു. അപ്പം ഇത് നിങ്ങൾക്ക് കുറച്ചൊരു കാലത്തെ പ്രാക്ടീസ് വേണം, എന്നാൽ തന്നെ ഒരു ഐഡിയ കിട്ടുള്ളൂ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ഫുൾ മാനിപ്പുലേഷനാണ്. അതായത് ഇത്രയും ഒരു വലിയ മൂവ്മെൻറ്റ് വരാൻ പോവുകയാണ്, അതെല്ലാവർക്കും അറിയാം. ഈ മൂവ്മെൻറ്റ് വരും എന്നുള്ളത് ഈ ഒരു 60-70% ഓഫ് ദ ട്രേഡേഴ്സിനും അറിയാം. പക്ഷേ എവിടെയാണ് നിങ്ങളുടെ പ്രോപ്പർ എൻട്രി വരേണ്ടത്, എവിടെയാണ് നിങ്ങളുടെ പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് വരുന്നത്, അതാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ മാനിപ്പുലേഷൻ നടത്തുന്നത്. കാരണം എല്ലാവരും അല്ലെങ്കിൽ സെല്ല് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പ്രോഫിറ്റബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ പോയി ഈ സെല്ല് എടുത്തവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇരിക്കും. ആ സ്റ്റോപ്പ് ലോസ് പോയി ഹണ്ട് ചെയ്ത് തിരിച്ചു വന്ന് വർക്കൗട്ട് ആവുന്നു ട്രേഡ്. അപ്പോൾ അതാണ് മാനിപ്പുലേഷനാണ് ബേസിക്കലി മൊത്തം മാർക്കറ്റ്. അപ്പോൾ എന്തായാലും അങ്ങനെ ആണ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു ഞാൻ ഇവിടെ ക്യാൻഡിൽ വന്ന് അങ്ങനെ തിരിച്ചു വന്ന് ഇവിടെ 1 മിനിറ്റിൽ റിജക്ഷൻ വന്നു. ഈ ഒരു 1 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് റിജക്ഷൻ വന്നു. 1 മിനിറ്റ് റിജക്ഷൻ വന്നപ്പം ഇവിടെ ഈ 1 മിനിറ്റിൽ ട്രേഡ് എടുത്തു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ട്രേഡ് എടുത്തു. ഇത് നേരെ താഴോട്ട് അടിച്ചിറങ്ങി ഗൈസ്. ഓക്കെ, അപ്പോൾ അതാണ് ട്രേഡ്. ഒന്നും പറയാനില്ല, മാസ്മരിക ട്രേഡ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് ഗോൾഡിലാണ്. ഇതിലും ആക്ച്വലി ഗോൾഡ് കുറച്ചുകൂടെ ടൈമിൽ ആ 9:30 ഇന്നലത്തെ 9:30 കുറച്ചുകൂടെ ഷിറ്റിയായിരുന്നു മാർക്കറ്റ്. ഓക്കെ,
ഗോൾഡിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ച ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നത്. ഇവിടെ വന്ന് 9 AM ഓപ്പൺ ആയിരുന്നു. അപ്പം 15 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ കുറേ ലൈൻസൊക്കെ ഉണ്ട്, ഇതൊന്നും ആവശ്യമില്ല. ഇത് ഇത് കണ്ടോ, ഇത് 15 മിനിറ്റ്, ഇത് സ്വൈപ്പ് ചെയ്തു. അപ്പോൾ ഇതെന്താ വെച്ചാൽ ബ്രേക്കർ ബ്ലോക്ക്, ഇതാണ് ബ്രേക്കർ ബ്ലോക്ക് കണ്ടോ. ഇതിനെ സ്വൈപ്പ് ചെയ്ത് മുകളിലോട്ട് വന്ന് ഇതിനെ 50% റെസ്പെക്റ്റ് ചെയ്തു. ഓക്കെ, ഇതിനെ 50% റെസ്പെക്റ്റ് ചെയ്ത് ഇതിനെ സ്വൈപ്പ് ചെയ്തു. അഗെയിൻ ഈ ഒരു സാധനത്തിനെ സ്വൈപ്പ് ചെയ്തു കണ്ടോ, ഇത് കണ്ടോ. അപ്പോൾ ഇതൊക്കെ ബുള്ളിഷ്നെസ്സാണ് കാണിക്കുന്നത്. അപ്പോൾ 15 മിനിറ്റിൽ ഓൾറെഡി ബുള്ളിഷ് ആയിരുന്നു. പിന്നെ ഇതുണ്ടോ, ഇത് ഫുൾ സ്വൈപ്പ് ചെയ്ത് ഇതിൻ്റെ 50% റെസ്പെക്റ്റ് ചെയ്തു. 50% റെസ്പെക്റ്റ് ചെയ്യുന്നതുണ്ടോ, 50% റെസ്പെക്റ്റ് ചെയ്യുന്നതുണ്ടോ, ഇതുണ്ടോ. അപ്പോൾ ഈ ടൈമിലൊന്നും ഞാൻ മാർക്കറ്റ് കണ്ടില്ല. ഇത് 8 AM ആണ്. ഈ ടൈമിൽ ഞാൻ വർക്കിലായിരുന്നു. അപ്പോൾ ഈ ടൈമിൽ ഞാൻ മാർക്കറ്റ് കാണുന്നത് എങ്ങാണ്ട് ഇവിടെ എത്തുമ്പോഴാണ്, ഈ ഒരു സ്വൈപ്പ് ആകുമ്പോഴാണ്. അപ്പോൾ 9 AM ആയപ്പോഴാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ 9 AM മാർക്കറ്റ് നോക്കാറ്. എന്നിട്ടൊരു 9:30 ഒരു ഹാഫ് അവറിലുകൊണ്ട് അനലൈസ് ചെയ്തിട്ട് മോസ്റ്റ് ട്രേഡ് ഞാൻ 9:30ക്ക് ശേഷം എടുക്കാറ്. പക്ഷേ ഇവിടെ ഞാൻ ആദ്യം തന്നെ വന്ന് ഗോൾഡാണ് നോക്കിയത്. ഗോൾഡിൽ ഈ ഒരു 15 മിനിറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മാർക്കറ്റിൻ്റെ പോക്ക് മനസ്സിലായി, ഹെവി ബുള്ളിഷ്നെസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നേരെ 5 മിനിറ്റിലോട്ട് പോയി. 5 മിനിറ്റിലോട്ട് പോയപ്പോഴും സെയിം കഥ തന്നെയാണ്. പക്ഷേ എനിക്കിവിടെ ഒരു എൻട്രി ഇല്ല. അപ്പോൾ ഞാൻ 1 മിനിറ്റിൽ 9 AM 1 മിനിറ്റ് നേരെ 1 മിനിറ്റിലോട്ട് പോയി. ഞാൻ 3 മിനിറ്റ് ചെക്ക് പോലും ചെയ്തില്ല, കാരണം എനിക്കൊരു ഹെവി മാർക്കറ്റ് സ്ട്രക്ചർ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1 മിനിറ്റിൽ ഇതാ 9 AM മാർക്കറ്റ് ഓപ്പൺ ആയപ്പം 9 AM മാർക്കറ്റ് ഓപ്പൺ ആയപ്പം എൻ്റെ ഐഡിയലി വരേണ്ടത് ഇത് കണ്ടോ. വാട്ട് ഈസ് ദിസ് ഗൈസ്, സീ ദിസ് ഇവിടെ. ഓക്കെ, ദിസ് ഇസ് ഓർഡർ ബ്ലോക്ക്. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്കിനെ 1 മിനിറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ കണ്ടോ, ഹാഫ് റെസ്പെക്റ്റ് ചെയ്യുന്നു. വിക്സ് ഡു ദ ഡാമേജ്. ഓക്കെ, വിക്സ് നിങ്ങൾ നോക്കണ്ട, 1 മിനിറ്റിൻ്റെ ഓർഡർ ബ്ലോക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതും കൂടെ കൂട്ടി കൺസിഡർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം. എന്താണെങ്കിലും ഞാനിങ്ങനെ നോക്കിയപ്പം 1 മിനിറ്റിൽ ഓർഡർ ബ്ലോക്ക് നോക്കിയപ്പോൾ ഓർഡർ ബ്ലോക്കിന് 50% ഹെവിലി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഹെവി റെസ്പെക്റ്റ് ചെയ്ത് 1 മിനിറ്റ് ഇവിടെ 9:10 ആയപ്പം ഞാൻ മാർക്കറ്റ് ആ സമയത്താണ് അനലൈസ് ചെയ്തത്. ഇതിന് റെസ്പെക്റ്റ് ചെയ്ത് മുകളിലോട്ട് പുഷ് ചെയ്ത സമയത്ത് ഞാൻ ഇവിടുന്ന് ഒരു ബൈ എടുത്ത് മാർക്കറ്റ് ബ്യൂട്ടിഫുള്ളി വർക്കൗട്ട് ചെയ്തു. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതായിരുന്നു, അതായത് ഈ ഒരു ഇതിൻ്റെ താഴെ ഓർഡർ ബ്ലോക്കിൻ്റെ താഴെ ഉണ്ടോ, ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ വേണേൽ കുറച്ചുകൂടെ പിന്നിലോട്ട് വയ്ക്കുക, കാരണം ഞാൻ പറഞ്ഞിട്ട് വിക്സ് ക്യാൻ ഡു ദ ഡാമേജ്. ഈ വിക്ക് വന്ന പോലെ അതിലോട്ടൊരു വിക്ക് വരാം. അപ്പം ഞാൻ പ്രോപ്പർ റിജക്ഷൻ വെയിറ്റ് ചെയ്തു. ഈ ഒരു 1 മിനിറ്റ് റിജക്ഷൻ എനിക്കൊരു പ്രോപ്പർ ഇതായിരുന്നു, മുകളിലോട്ട് പുഷ് ചെയ്യുന്നുള്ള. ഞാൻ പിന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനും കൂടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എനിക്ക് കിട്ടി. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റീട്രേസ്മെൻറ്റും കൂടെയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ടുള്ള റീട്രേസ്മെൻറ്റ് വന്നു, അടിച്ച് കയറി മക്കളെ, ഒന്നും എനിക്ക് പറയാനില്ല. ബ്യൂട്ടിഫുൾ ട്രേഡ്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ 680 to 704 സംതിങ്, $24 ഒറ്റ 0.01 മാൻ, വേറെ ലെവലാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ട്രേഡിങ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ട്രേഡിങ് ഒരിക്കലും ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ എടുത്ത ട്രേഡ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ബാക്കിലുള്ള ഐഡിയാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ചാർട്ട് അനലൈസ് ചെയ്യുക, പൊളിക്കുക ഗൈസ്, പൈസ ഉണ്ടാക്കുക. അടുത്ത എന്തെങ്കിലുമൊക്കെ ഫുഡ് അടിക്കാനുള്ളത് നിങ്ങൾക്ക് നല്ല പൈസ ഉണ്ടാവട്ടെ, ഫുഡ് അടിക്കാനുള്ള പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റട്ടെ ഇന്നത്തെ ഒരു ദിവസത്തെ ട്രേഡ് എന്ന് വിചാരിക്കുന്നു. സ്റ്റേ സേഫ്, NP ബൈ. ഒരു മിനിറ്റ്, അതിൻ്റെ BTC എന്തായിരുന്നാവും? 145 പോരെ ഗൈസ്. ഇന്നത്തെ ഫുഡ് അടിക്കാനുള്ള പൈസ ആയില്ലേ ഗൈസ്? $169 എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 രൂപയായി. ഓക്കെ, ഇന്നത്തെ ഒരു എന്തെങ്കിലുമൊക്കെ വാങ്ങാനുള്ള പൈസയായി. പക്ഷേ ഇത് ഞാൻ റിയൽ ട്രേഡിൽ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ റിയൽ ട്രേഡിൽ 0.1 എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ $15 കിട്ടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ ഫുഡ് അടിക്കാനുള്ള പൈസ, അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കാറ് വാങ്ങാനുള്ള പൈസ, ബൈക്ക് വാങ്ങാനുള്ള പൈസ ഒന്നും പറയാത്തത്. അത് ഞാൻ മിക്കവാറും കട്ട് ചെയ്താലേ പൈസ. പക്ഷേ കാറ് വാങ്ങൽ പൈസ $150 കൊണ്ട് പറ്റില്ലല്ലോ. ഇതെന്താ ഞാൻ ഹോൾഡ് ചെയ്യും കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ദിവസം ഫുഡ് അടിക്കാനുള്ള പൈസ കിട്ടുമെന്ന് നിങ്ങൾക്ക് അത് ധാരാളമാണ്. $118. അതായത് ഇതിപ്പോൾ 0.1 ഞാൻ ഇപ്പോൾ എടുക്കാറ്. 0.1 എടുത്തതിന് $11. $11 എന്ന് പറയുമ്പോൾ 800, 1000 രൂപ ഇന്ന് ലാവിഷായി ഫുഡ് അടിക്കാനുള്ള പൈസയായി ഗൈസ്. അപ്പോൾ NP സൈനിങ് ഓഫ്. എൻജോയ് ചെയ്യുക, നിങ്ങളുടെ ഡേ എൻജോയ് ചെയ്യുക. രാത്രി നമുക്ക് ട്രേഡിങ്ങിൽ വീണ്ടും കാണാം. ഇന്ന് എനിക്ക് വർക്ക് ഓഫാണ്, ഇന്ന് ലീവാണ്. അപ്പം അടിപൊളിയായിട്ട് ഇന്ന് നല്ലൊരു ട്രേഡ് ഇട്ടിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. NP സൈനിങ് ഓഫ്. ബൈ.